ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനും അമ്മയും കൂടിയിട്ട് വറങ്കൽ ഫോർട്ട് കാണാൻ പോവാണ്. എന്തായാലും ഹൈദരാബാദ് വരെ എത്തിയ സ്ഥിതിക്ക് ഇത്രയും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലം കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ രാവിലെ ഫ്രഷായി ഷെയ്ക്കൊക്കെ കുടിച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ഇറങ്ങാൻ പോവാണ്. ആ ടോപ്പ് അമ്മയുടെ ആട്ടോ. അമ്മയുടെ ടോപ്പ് ഞാൻ ചെറുതാക്കിയിട്ട് ഇട്ടതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ടോപ്പ്. നമ്മൾ കയറാൻ പോണ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് 5:30 സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ്. അപ്പോൾ നമ്മൾ 5:30 തന്നെ പോയി നിന്നു അവിടെ. പക്ഷേ 5:30 ആകുമ്പോൾ വന്നില്ല. ഒരു 6 മണിയായി എത്തിയപ്പോൾ. എന്നാലും 6 മണിയാകുമ്പോഴെങ്കിലും എത്തിയല്ലോ. ഈ സമയമായിരുന്നപ്പോഴും നല്ല തണുപ്പും മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഷോളൊക്കെ തലയിൽ പറിച്ചിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ബസ് ഇറങ്ങി ഇനി ഇതാ നമ്മൾ മെട്രോയ്ക്ക് പോവാം കേട്ടോ. ഇതാണ് ശരിക്കുള്ള TGSRTC. രാവിലെ തന്നെ ഭയങ്കര തിരക്കാണ്. ഇതാ നമുക്കിപ്പോൾ ഇതാ സിഗ്നലായി തോന്നണേ നടക്കാം. JNTU മെട്രോ സ്റ്റേഷനാണിത്. ഒരു 5-6 മിനിറ്റ് കൂടുമ്പോൾ മെട്രോ വന്നുകൊണ്ടേയിരിക്കും. രാവിലെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നല്ല തിരക്കായിരുന്നു. ഇതാണ് പരേഡ് ഗ്രൗണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. രാവിലെ നിറച്ച ആൾക്കാരായിരുന്നു. നേരത്തെ തന്നെ എത്തി. ഞങ്ങൾ 7:45 വണ്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇത്ര നേരത്തെ ഇറങ്ങിയത്. പക്ഷെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 8:45 ആകുമ്പോഴേ ഡിപ്പാർച്ചർ ആവുള്ളൂ എന്ന് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ അടുത്ത് തന്നെയുള്ള ഉടുപ്പി വെജ് ഹോട്ടലിൽ കയറി ഒരു മസാല ദോശയും വടയൊക്കെ കഴിച്ച് ഞങ്ങളെന്തായാലും സമയമുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. വിചാരിച്ചതിന് നേരത്തെ തന്നെ എത്തി. 7:30 ആകുമ്പോൾ തന്നെ ഇവിടെ എത്തി. 7:45 വണ്ടി എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫുഡൊക്കെ കഴിച്ച് നേരെ വന്ന് വണ്ടി കയറായിരുന്നു. എന്ന് വണ്ടി എത്തണം. 8 മണിയായിട്ടുള്ളൂ. 8:45 വരെ സമയമുണ്ട്. എന്ത് ചെയ്യും? പ്ലാറ്റ്ഫോം 4 നിൽക്കണ്ടായിരുന്നു. വണ്ടി വേഗം വന്ന് പ്ലാറ്റ്ഫോം 3 അപ്പൊ ഞങ്ങൾ വേഗം ഓടിച്ചാടി വന്നു വണ്ടിയിൽ കയറാൻ. പതിനൊന്നേകാലൊക്കെ ആയപ്പോൾ കാസിപ്പേട്ട് ജംഗ്ഷനിലെത്തി. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9:45 10 മണിക്ക് മുമ്പേ നമ്മൾ എത്തേണ്ടതായിരുന്നു. നമ്മൾ ലേറ്റായി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങൾ ജംഗ്ഷനിൽ നേരെ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ അവിടെ ഒരു ബസ് കിടക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ വറങ്കലിക്കുള്ളത് തന്നെയായിരുന്നു. വറങ്കലിലെ ബസ് സ്റ്റോപ്പിലേക്കുള്ളത്. ഞാൻ ക്യാമറ പിടിച്ച് നടക്കണമെന്ന് എല്ലാവരും എന്നെ നോക്കുമായിരുന്നു. ബസ് കയറിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം ബസ്സിലിരുന്നു. ഞങ്ങൾ പോണ വഴിക്ക് തന്നെ ഫേമസ് ആയിട്ടുള്ള ഭഗവതി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് കാണാൻ പറ്റി. അതിനോടൊപ്പം തന്നെ രുദ്രമ്മാദേവിയുടെ പ്രതിമയും കണ്ടു. അത് ഞാൻ സിനിമ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത്, പക്ഷെ അത് ശരിക്കുള്ള പ്രതിമയൊക്കെ കണ്ടു കേട്ടോ. റാപ്പിഡ് വിളിച്ചിട്ടുണ്ട്. നമ്മൾ വറങ്കലിക്ക് പോകാനുള്ള ഓട്ടോറിക്ഷ കയറിയിട്ടാവും. ബസ് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ കയറി. അത് ജസ്റ്റ് 2 കിലോമീറ്റർ ഇവിടെയുള്ളൂ. ഇനി അവിടേക്ക് ബസ്സില്ല. നേരെ ഓട്ടോറിക്ഷയിലിരുന്ന് ഒരു 1-1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു എൻട്രൻസിലൂടെയാണ് നമ്മൾ പോയത്. നമുക്ക് വറങ്കലിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തുന്നതിൻ്റെ ഒരു പ്രതീതി തരുന്ന രീതിയിലായിരുന്നു ഇങ്ങനത്തെ എൻട്രൻസ്. ഇങ്ങനത്തെ 2-3 എൻട്രൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു കുഞ്ഞു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് നമ്മൾ വറങ്കലിലേക്ക് എത്താനുള്ളൊരു വഴി ഉണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ വറങ്കലിലെത്തി. ആ എൻട്രൻസിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സാകെ നിറഞ്ഞു. അതായത് നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു നമ്മുടെ വറങ്കലിൽ. വറങ്കൽ ഫോർട്ടിൻ്റെ ഗേറ്റ് കടന്ന വഴിക്ക് തന്നെ നമുക്ക് ഒരു ടിക്കറ്റ് കൗണ്ടറാണ് കാണാൻ പറ്റിയത്. അവിടെ കയറിയപ്പോൾ അതിലത്തെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. ഇതായി ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് വറങ്കൽ ഫോർട്ടിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് അറിയാൻ പറ്റും. കുറേ പൊട്ടിപ്പൊളിഞ്ഞ അമ്പലങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് അവിടെയുള്ളത്. നമുക്ക് ഈ എൻട്രൻസിന് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വലുതായിട്ട് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് നമുക്കങ്ങനെ തോന്നില്ല. എല്ലാതും അവിടെ ഇവിടേക്ക് ആയിട്ടുള്ള പോലെ തോന്നും. പക്ഷെ അടുത്തെത്തി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഓരോന്നിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ആ നേരെ കാണുന്ന മരങ്ങളുടെ ഇടയിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര വെയിലിഷ്ടാ, ഒന്നും പറയണ്ട. ഫുഡ് കഴിച്ചിട്ട് ഇനി ഇറങ്ങാം അങ്ങോട്ട്. ഇപ്പം സമയം 12:49.
അവിടെ നിന്ന് 5:30-6 മണിക്ക് ബസ്സിൽ കയറിയതാ. ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. അവിടെ അടുത്തൊന്നും നല്ല ഹോട്ടലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സൊമാറ്റോ വഴി ഓർഡർ ചെയ്യാണ് ചെയ്തത് ഫുഡ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് വരണ വരെ എന്തായാലും നമുക്ക് അടുത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇറങ്ങി നോക്കിയപ്പോഴാണ് നമുക്ക് ഓരോന്നിൻ്റെ ഇങ്ങനെ അടുത്തെത്തി നോക്കുമ്പോഴാണ് ഭയങ്കര ഒരു ഭംഗിയാണ്. നമുക്കത് പൊട്ടിപ്പൊളിഞ്ഞാൽ നമുക്ക് ദൂരെ നിന്ന് കാണുകയാണെങ്കിലും അടുത്തെത്തി നോക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുക. സംഭവം കൊള്ളാം. ഭയങ്കര ഒരു എസ്തെറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലം. നമുക്കൊരു ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് നല്ല രസത്തിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാം. നമുക്ക് ഇവിടെ ടിക്കറ്റിനായിട്ട് 20 രൂപയാണ്, 20-25 രൂപയാണ്. നമ്മളിപ്പോൾ ഓൺലൈനിലായിട്ടാണ് നമ്മളിപ്പോൾ ക്യാഷ് ടിക്കറ്റ് എടുക്കണമെന്ന് വെച്ചാൽ 20 രൂപ അല്ലെങ്കിൽ 25 രൂപ. നല്ല രസമുണ്ട്. പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ എത്തിയ പോലെ നമുക്ക് തോന്നുന്നു. പൊന്നിയിൻ സെൽവനില്ലേ, അതിലത്തെയൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ പോലെ. ഈ സമയം ഭയങ്കര വെയിലാണ്, അതൊരു പ്രശ്നമുള്ളത്. ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. എന്താ രസം. അവിടെ എത്തിയിട്ട് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്താലും നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇവിടെ ഭയങ്കര ലൈറ്റ് കത്തിക്കും തോന്നുന്നുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ കത്തിച്ച നൈസായിരിക്കുമല്ലേ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ വെയിലായിട്ടൊന്നും ഫീൽ ചെയ്യണില്ല. എല്ലാം നല്ല രസം. നമുക്ക് സ്വയം ഒരു രാജകാലഘട്ടത്തിൽ എത്തിയ പോലെ തോന്നും. ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് ആ ഒരു ശില്പങ്ങളുടെ ഇടയിൽ കൂടിയും ആ ഒരു ഡോറിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ ഇത്തിരി ഉള്ളിലേക്ക് വന്നു കേട്ടോ. ഇത്തിരി ഉള്ളിൽ വന്നപ്പോൾ നമ്മൾ നേരെ കുറേ മരങ്ങൾ കണ്ടായിരുന്നില്ലേ ആ ഭാഗത്തേക്ക്. ഇവിടെ നല്ല തണവുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ചോദിച്ചു. സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. ഓക്കെ. ഇവിടെ നല്ല സമാധാനം ഉണ്ട് കേട്ടോ. നല്ല സ്ഥലം. കൊള്ളാം കൊള്ളാം കൊള്ളാം. നല്ല സ്ഥലം. സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ പ്ലേറ്റും സ്പൂണൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു ഷേക്ക് കടയിൽ നിന്ന് ഗ്ലാസ്സും സ്പൂണൊക്കെ വാങ്ങിയിട്ടാണ് കഴിക്കണത്. അപ്പോഴാണ് അവിടെ തൊട്ടടുത്തൊരു ടോയ്ലറ്റ് ഉണ്ടെന്ന് കണ്ടത്. അതിരിക്കാൻ വയ്യ. ജെൻസ് ആൻഡ് ലേഡീസ് ടോയ്ലറ്റ്സ് അടിപൊളി. ഫാനൊക്കെ ആയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ ക്യാമറ എഡിറ്റ് ചെയ്ത്. നല്ല ടോയ്ലറ്റ് ഫാനും ഇതാ പ്ലഗിനും ഒക്കെ ആയിട്ട്. വെയിൽ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു സ്ഥലം. ഭയങ്കര രസം. ഭയങ്കര കാമായിട്ട് വെറുതെ ഇരിക്കാം. ഫുഡൊക്കെ കഴിച്ച് കൊള്ളാം. നല്ല ബാത്റൂമായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല ബാത്റൂമായിരുന്നു. പോയില്ലോ. ഇവിടെ കാറ്റിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഇവിടെ നല്ല രസമാണ്. സമാധാനമായിട്ടിരിക്കാം. ഈ വെയിലത്തു നിന്നൊക്കെ ഒന്ന് മാറി അവിടെയൊക്കെ ഫുള്ളൊന്ന് കണ്ട് വന്നിട്ട് ഇവിടെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം. കഴിച്ചിട്ട് ഇവിടെ ഇരിക്കാം. കുറച്ച് നേരം ലോസ്റ്റായിട്ടിരിക്കാം. എല്ലാ ഫാമിലീസും ഇങ്ങനെ ഇരിക്കണമൊക്കെ എല്ലാവരും അവരുടെ ഫുഡ് എൻജോയ് ചെയ്ത് എല്ലാവരുമായിട്ട്
സംസാരിച്ചിരുന്ന് നല്ല രസം. അവൻ നടന്നോ? നല്ല വെയിലായി. ഇപ്പൊ 2:30 സമയായിട്ടാ. അടിപൊളി വെയിലാ. കാകതീയ വംശരൊക്കെ യുദ്ധം ചെയ്ത സ്ഥലമാണ് ഇതൊക്കെ. ഭയങ്കര ഒരു ഫീല് വരുന്നുണ്ട് ഇതിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ. അവിടെ ഒരു അമ്പലം പോലെ കാണുന്നുണ്ട്, അങ്ങോട്ട് ഒന്ന് പോയി നോക്കണം. ഓരോ സ്ഥലത്തും QR കോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഹിസ്റ്ററി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അമ്പത് കൊള്ളാം. ഇവിടെ ഇങ്ങനെ ഈ ഒരു വഴി ഉണ്ട് കേട്ടോ. ഓക്കേ, ഈ അമ്പലത്തേക്ക് ഇങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഒരു QR കോഡ്. ഭയങ്കര തണുപ്പ്, കണ്ടുകൊണ്ടുണ്ടാക്കിയ അമ്പലം. അവിടെ ഇരിക്കുന്ന ഇവിടെ ഫീൽ ചെയ്യാ. എന്ത് തണുപ്പ്! ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഭയങ്കര സുഖം. സ്ട്രക്ചർ ഇങ്ങനെയാണ് കേട്ടോ. അയ്യോ, നിറച്ച് കരിങ്കല്ല്. എൻ്റെ ദൈവമേ. അമ്പലത്തിൽ എന്തോ അവിടെ തെലുങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലായില്ല. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. അവിടേക്ക് കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ, അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോകാനുള്ളത്. ഞങ്ങൾ പിന്നെ ആ അമ്പലത്തിൽ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങി, റാപ്പിഡോ വിളിച്ചു. പിന്നെ ഞങ്ങൾ ആ രാജകീയമായിട്ടുള്ള ആ വഴി കൂടെ തന്നെ ഞങ്ങൾ റിട്ടേൺ ആയി. എങ്ങനെയുണ്ടായിരുന്നു വാറങ്കല്ലമ്മ? നല്ലതായിരുന്നല്ലേ? നല്ല രസമായിരുന്നു. കുറച്ച് നേരം കൂടി ഒന്ന് അവിടെ ഇരുന്നാൽ കൊള്ളാതുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വെയിലൊക്കെ പോയി കുറച്ച് സമാധാനമായി അവിടെ. ഇപ്പൊ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത് വണ്ടി റിട്ടേൺ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം തിരിച്ചു പോവാന്ന് വിചാരിച്ചു. റാപ്പിഡ് വിളിച്ചതാ പോയിക്കൊണ്ടിരിക്കുക. നല്ല സമാധാനം ഉണ്ട് അവിടെ. കുറച്ച് നേരം ഒന്ന് ഇരുന്നാൽ കൊള്ളായിരുന്നു എന്നുണ്ട്. കുറച്ച് നേരം കൂടി കുറേ നേരം ഇരുന്നു. ആ ഒരു അമ്പലം ഉണ്ട്. ആ അമ്പലം ഭയങ്കര സ്പെഷ്യലാണ്. ആ കരിങ്കല്ലുകൊണ്ടുള്ള അമ്പലം, ആ നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങള് കാസിപ്പേട്ട് ജംഗ്ഷനിൽ തന്നെ തിരിച്ചെത്തി. സ്റ്റെപ്പ് കയറി അപ്പുറത്തേക്ക് എത്തണം, അതാണൊരു വിഷമം. ആകട്ടെ എന്നായില്ലേ, ലിഫ്റ്റ് ഉണ്ടോ നോക്കാം. അമ്മ നല്ല ചുണ്ടടിക്കോ. ഞാൻ നോക്കിട്ട് ആരൊക്കെ അടിച്ചു വേറൊരു മനുഷ്യത്തെയായി ഞാൻ. സണ്ണു വന്നു. പിന്നെ പിന്നെ ഭയങ്കര ഇഷ്ട സൂര്യൻ, എന്താന്നറിയില്ല. ഇപ്പൊ സമയം 4 മണി. 5:05 വണ്ടി. 5:05 നമുക്ക് റിട്ടേൺ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതും 2S തന്നെയാണ്, ഇരുന്ന് പോകാനുള്ള വണ്ടി തന്നെയാണ്. ഫോണൊന്ന് എവിടെയെങ്കിലും ചാർജ് ചെയ്യാൻ വെക്കണം, ഫോണിൽ തീരെ ചാർജ് ഇല്ല. ഇപ്പം സമയം 4:11. 5 മണിക്ക് നമ്മുടെ വണ്ടി വരും. ഇപ്പം ഞങ്ങളിതാ വരുമ്പോൾ ജസ്റ്റ് സ്വീറ്റ്സ് വാങ്ങിച്ചു, അത് കഴിച്ചു, എനർജി കയറ്റി.
ഇനി വണ്ടിയിലിരിക്കണം. 5 മണിക്ക് വണ്ടി വരും. അതൊരു 8 മണിക്ക് ആകുമ്പോഴാവും സെക്കന്ദരാബാദ് എത്തുക. വീണ്ടും പണി കിട്ടി ഗായ്സ്. 5:05 വരേണ്ട വണ്ടി 5:45 വരുള്ളൂ. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, ഇരിക്കന്നെ. ഞാൻ ഫോൺ ചാർജ് ചെയ്തു കേട്ടോ. 10 മിനിറ്റ് ചാർജ് ചെയ്യണേന് 5 രൂപ. അങ്ങനെ ഇവിടെ ഇപ്പോഴും 5:48 വരാന്ന് പറഞ്ഞ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. 6:20 പറയണേ. നോക്കട്ടെ എന്താവും അവസ്ഥ. 6:20 എന്തായാലും വരാണ്ടിരിക്കില്ല. അങ്ങനെ കേറി സംഭവം 6:20 തന്നെ വന്നു. ഇനി എത്തുമ്പോൾ അറിയില്ല എപ്പോഴാവും. 9 മണിയാവും തോന്നണേ സെക്കന്ദരാബാദ് എത്തുമ്പോൾ. ഒന്ന് ഉറങ്ങട്ടെ അല്ലേ, ഒന്ന് മയങ്ങട്ടെ. അങ്ങനെ സെക്കന്ദരാബാദ് എത്തി ഞങ്ങള്. ഇനി നേരെ മെട്രോ പിടിച്ച് വീട്ടിലേക്ക് പോകണം. ഈ ഭാഗം സെക്കന്ദരാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രി ഭാഗമാണ്. കുറേ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. കാസിപ്പേട്ട് ജംഗ്ഷനിൽ ഇങ്ങനെ ഡ്രോയിങ്ങും കാര്യങ്ങളും പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. മെട്രോയ്ക്കുള്ള വരിയാണത്. 2-3 ട്രിപ്പ് കഴിയണം, എന്നാലേ അത് ഫുള്ള് കഴിയുള്ളൂ തോന്നണ, കയറുള്ളൂ മുകളിലേക്ക്. അയ്യോ രാവിലെ എങ്ങനെ ഇറങ്ങിയത് സ്റ്റാഫ്. ഓട്ടോ കാത്ത് നിൽക്കുക. റാപ്പിഡ് വിളിച്ചിട്ടുണ്ട്. സമയം 11:10 കഴിഞ്ഞു തോന്നണേ. മെയിൻ റോഡ് അതാണ് കേട്ടോ. ഇത് മറ്റേ കുഞ്ഞി റോഡാണ്. റാപ്പിഡൊക്കെ വിളിച്ചു തന്നത് ഭയങ്കര അടിപൊളി ലൈറ്റൊക്കെ ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ആ വണ്ടിയിൽ കയറി പോവാൻ വേണ്ടിയിട്ട്. ഒരു 11:15 ആയപ്പോൾ വീട്ടിലെത്തി. വേഗം കുളിച്ച് കിടന്നുറങ്ങുക ചെയ്തത്. ഇന്നലെ എനിക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വേഗം കിടന്നുറങ്ങി. ഇപ്പോൾ അതായിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് കുറച്ച് ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഉറങ്ങാൻ. അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു നല്ലൊരു എസ്തെറ്റിക് പ്ലേസ് ആയിരുന്നു. കൊള്ളാം, ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്രയാണ് ആ ട്രിപ്പിനെ പറ്റിയിട്ടുള്ള പരിപാടികൾ. അപ്പോൾ ഈ വീഡിയോ ഇത്രയും കണ്ട് ഞങ്ങളുടെ കൂടെ വാറങ്കലിലെ അനുഭവങ്ങളൊക്കെ അനുഭവിച്ച നിങ്ങൾക്കും താങ്ക് യു. ബി വിത്ത് മീ, ബി സപ്പോർട്ട് മീ.